ഹായ്, ഞാൻ സിനി. ഞാൻ ഉജ്ജ്വല. സിനി ആൻഡ് ഉജ്ജ്വല ക്ലാസ്സസ് തൃശ്ശൂർ. 2025 നീറ്റ് പേപ്പർ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് 10 yearsലെ പേപ്പർ വെച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അത്ര രീതിയിലാണ് 2025 നീറ്റ് പേപ്പർ ടഫായിട്ട് വന്നിരിക്കുന്നത്. ഫിസിക്സ് പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിസിക്സ് പേപ്പർ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവണമെന്ന് മാത്രമല്ല, മൾട്ടി സ്റ്റെപ്പ് കാൽക്കുലേഷൻസും അതുപോലെ മാത്തമാറ്റിക്കൽ സ്കില്ലും ഒക്കെ അളക്കുന്ന രീതിയിലുള്ള ഒരു പേപ്പർ തന്നെയായിരുന്നു ഇത്തവണ നീറ്റിൻ്റെത്. അതായത് അതിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇല്ല എന്നല്ല ഞാൻ പറയണത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എറർ അനാലിസിസിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ ഒരു മാഗ്നറ്റിക് മൊമെന്റിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. EM വേവ്സിൽ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിരുന്നു. വേവ് ഒപ്റ്റിക്സിൽ 2 ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ റേ ഒപ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു 3 hour എക്സാം ഒരു സ്റ്റുഡന്റ് ഇരുന്ന് എഴുതുമ്പോൾ ബയോളജിയും കെമിസ്ട്രിയും കഴിഞ്ഞ് ഫിസിക്സിലേക്ക് വരുന്ന ഒരു സ്റ്റുഡന്റിന് പെട്ടെന്ന് ഫിസിക്സ് പേപ്പർ ലെങ്തി ആയിട്ട് കാണുമ്പോൾ ഇതിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ പിക്ക് ചെയ്തെടുത്താലും ഒരു പക്ഷേ ഈസിയാന്ന് തോന്നുന്ന തരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കപ്പാസിറ്ററിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് കാണുമ്പം ഈസി ആയിട്ടാണ് തോന്നുക, പക്ഷെ അത് ചെയ്യുമ്പോൾ നമുക്കൊരു 6 7 8 സ്റ്റെപ്പ് വരെ പോകുന്ന തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു 30 to 35 ക്വസ്റ്റ്യൻസ് ഫിസിക്സ് പേപ്പറിൽ ന്യൂമറിക്കൽ സ്കിൽസും അതുപോലെ മൾട്ടി കൺസെപ്റ്റ്സും മിക്സ് ചെയ്ത് കുട്ടികളെ പാനിക് ആക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണ NTA പേപ്പർ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, ടഫ് ആവാൻ ഫുൾ അടിക്കണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് 10 years ഒക്കെ വെച്ചിട്ടല്ലേ കുട്ടികൾ അത് മനസ്സിലാക്കുക. JEE എക്സാംസിന്റെ ക്വസ്റ്റ്യൻസിനേക്കാളും വളരെ ടഫ് ആയിരുന്നു, ടൈം കൺസ്യൂമിങ് ആയിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ സിനി ആൻഡ് ഉജ്ജ്വലയിലെ കുട്ടികൾ അത്രമാത്രം എക്സാംസിലൂടെയും ക്വസ്റ്റ്യൻസിലൂടെയും കടന്നു പോയത് കൊണ്ടാണ് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത്. അല്ലെ ഉജ്ജ്വല മിസ്സേ? അപ്പോൾ ഫിസിക്സ് പേപ്പറിലാണെങ്കിലും അതെ, തീർച്ചയായും നമ്മൾ സീനിയർ ഉജ്ജ്വല ക്ലാസ്സിൽ കൊടുത്ത മോക്ക് പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻഡക്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സർക്യൂട്ട് ക്വസ്റ്റ്യൻ. അത് അതേപടി നമ്മളൊരു 3 4 മോക്കിൽ കുട്ടികൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവരെല്ലാവരും ഈസി ആയിട്ട് ചെയ്തു. നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസും അത്രയും മോക്ക് പേപ്പേഴ്സ് നടത്തിയത് കൊണ്ട് തന്നെ അവർ ഒരുവിധം പിടിച്ചു നിന്നിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ കെമിസ്ട്രി പേപ്പറിന്റെ അനാലിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി ഒരുവിധം ഈസി ആയിരുന്നു. ഓർഗാനിക് കെമിസ്ട്രി അതിലൊരു 3 ക്വസ്റ്റ്യൻസ് ആണ് മൾട്ടി ചാപ്റ്റർ ലിങ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നത്. ഒരുവിധം ഓർഗാനിക് കെമിസ്ട്രി കുട്ടികളെ രക്ഷിച്ചു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഡെസിമൽ പോയിന്റ്സ് ഒക്കെ സൂക്ഷിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അനലിറ്റിക്കൽ കെമിസ്ട്രി കുട്ടികൾ പാനിക് ആയ പോലെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. ഓവറോൾ കെമിസ്ട്രി പേപ്പറും സാധാരണ നമ്മൾ കാണുന്നതിനേക്കാളും ലെങ്തി ആയിരുന്നു. ഒരു 9 to 10 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എബവ് ആവറേജ് പേപ്പർ തന്നെയായിരുന്നു കെമിസ്ട്രി പേപ്പറും. ബയോളജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 50 ക്വസ്റ്റ്യൻസോളം സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ഫിസിക്സും കെമിസ്ട്രിയും ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് പെട്ടെന്ന് പാനിക്കായി കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ കുട്ടികൾക്ക് ഫീൽ വന്നതുകൊണ്ട് അത്രമാത്രം എഫിഷ്യന്റ് ആയിട്ട് കുട്ടികൾക്ക് ഈ പേപ്പർ ചെയ്യാൻ സാധിച്ചോ എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രോഡക്ടറി പാർട്ടിൽ നിന്ന് സമ്മറി പാർട്ടിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. റിഡക്ഷനിസ്റ്റ് ബയോളജി ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാവാം വളരെ സന്തോഷത്തോടു കൂടി ചെയ്തു എന്നാണ് കുട്ടികൾ നമ്മളോട് പറഞ്ഞത്. അതുപോലെ ഇൻസുലിൻ റിലേറ്റഡ് ആയ ചോദ്യം ക്വസ്റ്റ്യൻ മാർക്ക് രൂപത്തിൽ NCERT ബുക്കിൽ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് മുമ്പ് ഒരുപാട് തവണ കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വാസ്പിന്റെ ക്വസ്റ്റ്യൻ ആയാലും അപ്പോൾ ഒരു പരിധി വരെ ഒരു 88 ക്വസ്റ്റ്യൻസ് വരെ ശരിയാക്കാവുന്ന ചോദ്യപേപ്പർ ആയിരുന്നു. പക്ഷെ എത്രമാത്രം കുട്ടികൾക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് നമുക്കറിയില്ല. എക്സ്ട്രാ ഓർഡിനറി ആയി പെർഫോം ചെയ്യുന്ന കുറച്ച് കുട്ടികൾ ഒഴികെ 90% കുട്ടികൾക്കും ഈ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, പിന്നെ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇയർ നീറ്റ് പേപ്പർ അനാലിസിസ് നടത്തി എല്ലാവരും സ്റ്റേറ്റ്മെന്റ്സിന്റെ പുറകെ കുറെ നടന്നിരുന്നു. പക്ഷെ ഇത്തവണ ഫിസിക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. എന്നാൽ കെമിസ്ട്രി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നല്ലപോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നു കുട്ടികൾക്ക്. എന്തായാലും നീറ്റിന്റെ MCERT ഒഫീഷ്യൽ കീ വരട്ടെ, റിസൾട്ട് വരട്ടെ. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല കോഴ്സും റാങ്കും ഒക്കെ മക്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സിനി ആൻഡ് ഉജ്ജ്വല ക്ലാസ്സസും ഏറ്റവും നല്ല റിസൾട്ടിനായി കാത്തിരിക്കുകയാണ്.